നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ലാമിസ്റ്ററാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. വെൻ എ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ ദി ആക്ഷൻ ഓഫ് 3 കൺകറൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കൺകറൻറ്റ് ഫോഴ്സസ്, ദ ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദി അതർ 2 ഫോഴ്സസ്. അതായത് ഒരു ബോഡി, എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ബോഡി, ആ ബോഡി ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവണം. ഒന്നാമത്തെ പോയിൻ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവണം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 3 കൺകറൻറ്റ് ഫോഴ്സസ്. 3 കൺകറൻറ്റ് ഫോഴ്സസും ആണെങ്കിൽ, കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ഫോഴ്സും സ്റ്റാർട്ട് ചെയ്യും. ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ഫോഴ്സസും സ്റ്റാർട്ട് ചെയ്യും. അതാണ് കൺകറൻറ്റ് ഫോഴ്സ്. അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് എല്ലാ ഫോഴ്സും എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. അതില്ലെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യും. ഒന്നല്ലെങ്കിൽ ഫോഴ്സസ് മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇതാണ് ഫോഴ്സ് വിചാരിക്കുക, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതായിരിക്കും. ഇതാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, അതായത് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ലൈൻ ഓഫ് ആക്ഷൻ. ഒരു ഫോഴ്സ് ഇങ്ങനെയായിരിക്കും, ആ ഫോഴ്സ് ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയായിരിക്കും. ഒരു ഫോഴ്സ് ഇങ്ങനെയായിരിക്കും, ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയായിരിക്കും. ആ പോയിൻ്റ് അവിടെ ഒരു പോയിന്റിൽ മീറ്റപ്പ് ചെയ്യും. ഒന്നല്ലെങ്കിൽ ഫോഴ്സ് മീറ്റപ്പ് ചെയ്യും, അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതാണ് എന്ത്? കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് കൺകറൻറ്റ് ഫോഴ്സസ്. അപ്പോൾ ഡെഫിനേഷൻ നോക്കുക. വെൻ എ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ 3 കൺകറൻറ്റ് ഫോഴ്സസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഫോഴ്സസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 3 വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 3 കൺകറൻറ്റ് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ ഫോഴ്സ് ഒരു പോയിന്റിൽ മീറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ ഫോഴ്സസുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം? മീറ്റപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈച്ച് ഫോഴ്സ്, ഓരോ ഫോഴ്സും, ഇപ്പോൾ ഈ എക്സാമ്പിൾ ഫിഗർ നോക്കാം നിങ്ങൾ. PQR 3 ഫോഴ്സ് ഉണ്ട്. ഓക്കെ, 3 ഫോഴ്സും ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ? 3 ഫോഴ്സ് ഓക്കെയാണ്, ഒരു പോയിന്റിൽ മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ അതെന്തായി? അതൊരു കൺകറൻറ്റ് ഫോഴ്സായി. അങ്ങനെയാണെങ്കിൽ ഓരോ ഫോഴ്സും പ്രൊപ്പോർഷണൽ ആവും. ഏതിന് പ്രൊപ്പോർഷണൽ? സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ്. അതായത് P എടുത്താൽ ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? Qവും Rഉം അല്ലേ? P എടുത്താൽ ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? Qവും Rഉം. അതിൻ്റെ ആംഗിളിന് സൈൻ പ്രൊപ്പോർഷൻ ആയിരിക്കും. അതിൻ്റെ ആംഗിളിന് സൈനിൽ പ്രൊപ്പോർഷൻ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ കളയുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ ഇക്വേഷൻ വരെ P/sin alpha. ഓക്കെ, അതെന്തായിരിക്കും? അത് ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദി അതർ 2 ഫോഴ്സസ്. ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദി അതർ 2 ഫോഴ്സസ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? P/sin alpha അല്ലേ? ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? ബാക്കി Qവും R'ുള്ള, അതിൻ്റെ ആംഗിൾ എത്രയാണ്? ആൽഫ. സോ P/sin alpha. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കിയേ, അടുത്ത ഫോഴ്സ് ഏതാ? അടുത്ത ഫോഴ്സ് Q എടുക്കുക. ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? Q അല്ലാണ്ട് Rഉം ഉണ്ട്, Pയും ഉണ്ട്. അതിൻ്റെ ആംഗിൾ എത്രയാണ്? ബീറ്റ. ഓക്കെ, അപ്പോൾ എന്ത് വരും? Q/sin ബീറ്റ. ഓക്കെ, അടുത്ത ഫോഴ്സ് ഏതാ? അടുത്ത ഫോഴ്സ് R എടുത്തു. ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? Qവും Pയും. സോ R/sin, അത് ഏതാ അതിൻ്റെ ആംഗിൾ? Qവും Pയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആംഗിൾ ഗാമ. സോ എന്ത് വരും? R/sin ഗാമ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഏതിൻ്റെ? ലാമീസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. സോ ഇതാണ് പഠിക്കേണ്ട ഇക്വേഷൻ. P/sin alpha, R/sin ഗാമ, Q/sin ബീറ്റ. ഓക്കെ, ഇങ്ങനെ പഠിക്കുക. അതായത് Pക്ക് ഓപ്പോസിറ്റ് ആംഗിൾ, അല്ലെങ്കിൽ Pയുടെ ഓപ്പോസിറ്റുള്ള 2 ഫോഴ്സിൻ്റെ ആംഗിൾ, Pയുടെ ഓപ്പോസിറ്റുള്ള 2 ഫോഴ്സിൻ്റെ ആംഗിൾ, അത് P/sin alpha. അങ്ങനെ പഠിക്കാം. ഓക്കെ, സോ R/sin ഗാമ. ഓക്കെ, പിന്നെ എന്ത് എഴുതാം? തീറ്റ/sin ബീറ്റ. ആംഗിളിൻ്റെ സൈൻ. ഇതാണ് ലാമീസ് തിയറം. വളരെ സിമ്പിൾ തിയറാണ്. ഇതാണ് നമ്മുടെ ലാമീസ് തിയറം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എ ജിപ്പ് ക്രെയിൻ ഷോൺ ഇൻ ദ ഫിഗർ ഇസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 6 kN. ഫൈൻഡ് ദി ഫോഴ്സസ് ഇൻ ദ ജിബ് ആൻഡ് ടൈ. ജിബിലും ടൈയിലും വരുന്ന എന്ത് ചെയ്യണം? ഫോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സ് എത്രയാണെന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടൈ, ഇതാണ് നമ്മുടെ ജിബ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോഡ്. ഈ ലോഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെന്താകും? ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഈ ലോഡിനെ 6 kN ലോഡിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും.
ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ആ ഫോഴ്സാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ആ ഫോഴ്സാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ എത്ര ഫോഴ്സായി, 1 2 3. എവിടെ ഒരു പോയിന്റ് സി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്താണ്, കൺകറൻറ്റ് ഫോഴ്സാണ്. ഈ 3 ഫോഴ്സും കൺകറൻറ്റ് ഫോഴ്സാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലാമിസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. അതായത് 3 ഫോഴ്സസും അതായത് സി ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും സി എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഈ 6 കിലോ ന്യൂട്ടൺ ഫോഴ്സും ഒരു സിംഗിൾ പോയിൻ്റായി സിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, കൺകറൻറ്റ് ഫോഴ്സാണ്. സോ നമുക്ക് എന്ത് തിയറം അപ്ലൈ ചെയ്യാം, ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമിസ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഫ്രീ ബോഡി അതായത് ബോഡീസും അതായത് ജിബിനും ടൈനും ഹെഡിനും ഒക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഫോഴ്സ് മാത്രം വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഇതേ 6 കിലോ ന്യൂട്ടൺ താഴത്തേക്ക് വരച്ചു. 6 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. അടുത്തത് ടൈ ഫോഴ്സ് അല്ല, ടൈ ഫോഴ്സ് ഏതാ, ഇത് ഈ ഫോഴ്സാണ് ടൈ ഫോഴ്സ്. അതെ, ആ ഡയറക്ഷൻ വരച്ചു. വേറെ ഭാഗം വരയ്ക്കാം. ഇതാണ് ടൈയിലുണ്ടാകുന്ന ഫോഴ്സ്. ഓക്കെ, അത് ഡയറക്ഷൻ ഇങ്ങനെ വരച്ചു. പിന്നെ ഏതാ, ജിബിലുണ്ടാകുന്ന ഫോഴ്സ്. വേറെ കളർ എടുക്കാം. ജിബിലുണ്ടാകുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത്രയും ഫോഴ്സ് നമുക്ക് വരച്ചു. ഇത്രയും ഫോഴ്സ് നമ്മൾ വരച്ചു. ഇനി നമുക്ക് എന്തറിയണം, ഇതിൻ്റെ നമുക്ക് ആംഗിൾ അറിയണം. നമുക്ക് സൈനാണ് ഇവിടെയൊക്കെ ആൽഫ ബീറ്റ ഗാമയുണ്ട്. അതായത് ഈ ആംഗിൾ എത്രയാണെന്ന് അറിയണം, ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാം. അതുപോലെ ഈ രണ്ട് ഫോഴ്സിൻ്റെ അതായത് കാണിച്ചു തരാം, ഈ ഫോഴ്സിൻ്റെ ആംഗിൾ അറിയണം. അതായത് മുകളിലത്തെ ആംഗിൾ, ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ അതായത് അല്ല വരാം, ഈ ആംഗിൾ അറിയണം. അങ്ങനെ 3 ആംഗിൾ നമുക്ക് അറിയണം. സോ നോക്കി, നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ. ഫിഗറിൽ ഇത്ര ഡിസ്റ്റൻസ് 45ആണ്. ഓക്കെ, അപ്പോൾ ഇതെത്രയായിരിക്കും, ഒരു ലൈനിൻ്റെ ആംഗിൾ ഫുൾ ആംഗിൾ എത്രയാണ്, 180 ആണ്. സോ 180 45 പോയി. ബാക്കി ഇവിടെ എത്ര വരും, 180 45 പോയി. അപ്പോൾ എത്ര വരും, 180 മൈനസ് 45 എത്ര വരും, അപ്പോൾ 135. അപ്പോൾ ഇത് എത്ര വരും, 135 ഡിഗ്രി. ഡൗട്ട് ഉണ്ടോ? അതായത് ബിയിലെ ആംഗിൾ എത്ര വരും, 135. ഈ ആംഗിള് 135 ഡിഗ്രി. ഓക്കെ, സോ ഇതാണ് എൻ്റെ ട്രയാങ്കിൾ. ഇതാണ് എൻ്റെ ട്രയാങ്കിൾ വിചാരിക്കുക. അതായത് ഈ ട്രയാങ്കിൾ. ഓക്കെ, അതായത് സി ബി അതുപോലെ എ. ഇത് 30 എന്ന് എനിക്കറിയാം, ഇത് 135 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും ഇവിടെ, ഒരു ട്രയാങ്കിളിൻ്റെ ഇൻസൈഡ് ആംഗിൾ ഫുള്ള് കൂട്ടിയാൽ എത്ര കിട്ടണം, 180 കിട്ടണം അല്ലേ. സോ 135 30 കൂട്ടി. അപ്പോൾ എത്ര കിട്ടിയാണ്, 135 30 കൂട്ടി. 135 30 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 165 കിട്ടുക. സോ 180 ആവാൻ എത്ര വേണം, ഇനി ഒരു 15 കൂടിയും വേണം. സോ 180 മൈനസ് എന്ത് ചെയ്യുക, 135 പ്ലസ് 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ഇത് 15 ഡിഗ്രി കിട്ടും. അതായത് ഇവിടെ 15 ഡിഗ്രി. മനസ്സിലായില്ലേ? സോ എല്ലാ ആംഗിളും കൂടി കൂട്ടി എത്ര കിട്ടണം, നമുക്ക് എത്ര കിട്ടണം, 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും, 15 ഡിഗ്രി കിട്ടും. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ. ബേസിക് മാത്സ് ആണ്. സോ ഇവിടെ എന്ത് വരും, നമുക്ക് ഇവിടെ എത്ര വരും, ഇവിടെ 15 ഡിഗ്രി വരും. 15 ആണ് കേട്ടോ. 15 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും എനിക്ക്, ഈ ആംഗിൾ 15 ഡിഗ്രി എന്ന് കിട്ടി. ഈ ആംഗിൾ എനിക്ക് 15 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ട, നമുക്ക് ഈ ആംഗിൾ കിട്ടണം. ഈ ആംഗിൾ കിട്ടണം. ഈ ആംഗിൾ നോക്കിയേ. ഇപ്പോൾ ഇതിങ്ങനെ ഇതൊരു പാരലൈൻ വിചാരിക്കുക, ഓക്കെ. 2 പാരലൈനിൽ കൂടെ ഒരു ഫോഴ്സ് കട്ട് ചെയ്യണ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ. ഈ ആംഗിൾ സെയിം ആയിരിക്കും, അതുപോലെ ഈ ആംഗിൾ സെയിം. ഈ ആംഗിൾ സെയിം ആണെങ്കിൽ ഈ ആംഗിൾ സെയിം ആവും. ഈ ആംഗിൾ സെയിം ആണെങ്കിൽ ഈ ആംഗിൾ സെയിം ആവും. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയി മാറും, ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയി മാറും, ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയി മാറും. നോക്കി നിങ്ങൾ, ഇവിടെ ഇതാണ് എൻ്റെ കട്ട് ചെയ്യുന്ന ലൈൻ വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ 30 വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? 30 തന്നെയല്ലേ വരാം. മനസ്സിലായില്ലേ? ദേ ഇങ്ങനെയാണ് പോണത്. ഒന്നുകൂടി വരയ്ക്കാം. ദേ ഞാൻ ഇവിടെ ലൈൻ വരച്ചു. അതുപോലെ തന്നെ ഇവിടെ ലൈൻ വരച്ചു. ഓക്കെ, ഈ രണ്ട് ലൈനും നോക്കി ഒരു പാരലൈൻ അല്ലേ, രണ്ടും പാരലൈനാണ്. സോ അതിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് എന്ത്? ഈ 30 ഡിഗ്രി ലൈൻ അല്ലേ? ദേ ആണല്ലോ. ഈ 30 ഡിഗ്രി ലൈൻ. സോ ഇവിടെ ഒരു ആംഗിൾ 30 വരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താവും? ഓട്ടോമാറ്റിക് ഇവിടെ എന്തായിരിക്കും? 30 ആയിരിക്കില്ലേ? സിമ്പിൾ മാക്സ് ആണ്. സോ എന്ത് ചെയ്യും? ഇവിടെ 30 ഡിഗ്രി വരും. സോ ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ എനിക്ക് എത്ര വരും? ഈ ആംഗിൾ എത്ര വരും? 30 ഡിഗ്രി വരും. അതായത് ഈ ആംഗിളും 30 ഡിഗ്രി വരും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ ആംഗിളും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ബേസിക് മാക്സ് ആണ്. ഓക്കെ, രണ്ട് പാരലൈനാണ് നമ്മളെടുത്ത്, വേറെ ഒന്നുമില്ല. രണ്ട് പാരലൈനാണ്. ഒരു ലൈൻ കട്ടാവുന്നുണ്ട്. ആ കട്ടാവേണ്ട ഈ വാല്യൂ 30 ആണെങ്കിൽ എന്തായിരിക്കും? ഈ വാല്യൂ എന്തായിരിക്കും? 30 ആയിരിക്കും. ഇതാണ് നമ്മുടെ 6 കിലോ ന്യൂട്ടൺ പറഞ്ഞത്. ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് സി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും 30 ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? നമുക്ക് 30 കിട്ടും. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എല്ലാം ആംഗിളായ ഇല്ല. ഇനി എന്തുണ്ട്? അപ്പോൾ ഞാൻ പേരൊന്ന് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇത് R6 ന്യൂട്ടൺ, ഇത് പി എന്ന് പറഞ്ഞ ഫോഴ്സും ഇത് ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സും കൊടുക്കുക. സോ എനിക്ക് എന്തായാലും ക്യൂവും സിക്സും തമ്മിലുള്ള ആംഗിൾ അറിയണം. അതായത് ഇൻസൈഡ് ആംഗിൾ അല്ല നോക്കണ്ട, ഔട്ട്സൈഡ് ആംഗിൾ നോക്കണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ, അതായത് ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾ, എത്രയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പോയിട്ടുണ്ട്? ഇവിടെ 15 30, അത് ഇത്രയും ഭാഗം പോയി. എത്രയാണ്? 15 + 30 എത്രയാണ്? 15 + 30 എത്ര വന്നു? 45 ഡിഗ്രി പോയി. ഇത്രയും 45 ഡിഗ്രി പോയി. അപ്പോൾ ബാക്കി എത്ര വരും? അപ്പോൾ 360 മൈനസ് 45 എത്ര കിട്ടും നമുക്ക്? 315 കിട്ടും. സോ ഈ ആംഗിൾ എത്ര കിട്ടും? 315 ഡിഗ്രി. സോ നമുക്ക് എന്താ? എല്ലാ ആംഗിളും നമുക്ക് എല്ലാ ആംഗിളും കിട്ടി. ഡൗട്ടില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാ ആംഗിളും കിട്ടി. അതായത് ക്യൂവും പിയും തമ്മിലുള്ള ആംഗിൾ, ക്യൂവും പിയും തമ്മിലുള്ള ആംഗിൾ 15ഉം ഓക്കെ, പിയും 6 കിലോ ന്യൂട്ടനും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? നമുക്ക് 30 ഡിഗ്രി. ഇവിടെ ഞാൻ സ്പേസ് കേട്ടോ, 30 ഡിഗ്രിയും അതുപോലെ തന്നെ ക്യൂവും അതുപോലെ തന്നെ 6 കിലോ ന്യൂട്ടൻ തമ്മിലുള്ള ആംഗിൾ എത്ര വരണേ? 315 ഡിഗ്രിയും വന്നു. ഓക്കെ, സോ എല്ലാ ആംഗിളും നമുക്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ഇനി സൈൻ ലാമിസ്റ്റർ വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ സോൾവ് ചെയ്യണ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി ഇത് വരയ്ക്കാം. കറക്റ്റായിട്ട് വരയ്ക്കാം. നോക്കിക്കോട്ടോ. സിക്സ് കിലോ ന്യൂട്ടൺ, ഈ ആംഗിള് 30 ഡിഗ്രി, ഈ ആംഗിള് 15 ഡിഗ്രി, ഈ ആംഗിള് 315 ഡിഗ്രി. ഈ ഫോഴ്സ് പി, അതാണ് എന്തൊരു ഫോഴ്സ്? ടൈ ഫോഴ്സ് അല്ല, ടൈലുണ്ടാവുന്ന ഫോഴ്സ് അതല്ല, ജിബിലുണ്ടാവുന്ന ഫോഴ്സ് പിയും ക്യൂ എന്ന് പറയുന്നത് ടൈലുണ്ടാവുന്ന ഫോഴ്സ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് പിയും ക്യൂ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ലാമിസ്റ്റർ അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം നോക്കാം. ഫസ്റ്റ് ഫോഴ്സ് ഏതാ? ഞാൻ 6 എടുത്തു. ഈ ഫോഴ്സ് എടുത്തു, 6 എന്ന ഫോഴ്സ് എടുത്തു. 6/15
6ന് ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് 6 എടുത്തു, അതായത് ഈ ഫോഴ്സ് എടുത്തു, ബാക്കി അതൊക്കെ ഫോഴ്സ് ഉള്ള ക്യൂവും പിയും, അതിൻ്റെ ആംഗിൾ എത്രയാണ് 15. അപ്പോൾ എന്ത് വരാം 6/sin15, ബാക്കി രണ്ട് ഫോഴ്സിൻ്റെ ആംഗിൾ 15 ഈക്വൽ ടു, അടുത്തത് ഫോഴ്സ് ക്യൂ എടുത്തു, അടുത്ത ഫോഴ്സ് ഏതാ 15, ഒരു മിനിറ്റ്, അടുത്ത ഫോഴ്സ് ഏതാ, അടുത്ത ഫോഴ്സ് ഞാൻ ക്യൂ എടുത്താൽ ബാക്കി രണ്ട് ഫോഴ്സ് ഏതൊക്കെയുള്ള പിയും 6 ആണുള്ളത് അല്ലേ. ക്യൂ എടുത്തു, അപ്പോൾ ഈക്വൽ ടു ക്യൂ എടുക്കുക, ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉള്ള പിയും 6ഉം, അതിൻ്റെ ആംഗിൾ എത്രയാണ് 30 ഡിഗ്രി. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് 30 ഡിഗ്രി. സോ സൈൻ എന്ത് വരും 30 ഡിഗ്രി. അത് ഞാൻ എടുക്കുന്ന ഫോഴ്സ് ഡിവൈഡ് ബൈ ബാക്കി രണ്ട് ഫോഴ്സിൻ്റെ ആംഗിൾ, സൈൻ ആംഗിൾ. ഞാൻ എടുക്കുന്ന ഫോഴ്സ് ഇപ്പോൾ 6 ആണെങ്കിൽ ബാക്കി രണ്ട് ഫോഴ്സ് ഏതൊക്കെ ക്യൂവും പിയും, അതിൻ്റെ ആംഗിൾ എത്രയാണ് 15. ഞാൻ എടുക്കുന്ന ഫോഴ്സ് ക്യൂ ആണെങ്കിൽ ബാക്കി രണ്ട് ഫോഴ്സ് ഏതൊക്കെയാണ് പിയും 6ഉം, അതിൻ്റെ ആംഗിൾ എത്രയാണ് 30. ഞാൻ എടുക്കുന്ന ഫോഴ്സിന് പി ആണ് വരിക. സോ പി എടുത്തു, ബാക്കി രണ്ട് ഫോഴ്സ് ഏതൊക്കെയാണ് ക്യൂവും അതുപോലെ തന്നെ 6ഉം, അതിൻ്റെ ആംഗിൾ എത്രയാണ് 315. ഞാൻ എടുക്കുന്ന ഫോഴ്സ് ഡിവൈഡ് ബൈ ബാക്കി രണ്ട് ഫോഴ്സിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിൾ, അപ്പോൾ എത്ര വരാം 315, ബാക്കി രണ്ട് ഫോഴ്സിൻ്റെ തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ ഇത് P/sin 165, sin 350 ഡിഗ്രി. ഇതാണ് നമ്മുടെ ലാമീസ് തിയറം. ഓക്കെ, സോ നമുക്കെങ്ങനെ എഴുതാം, 6/sin15 equal to Q/sin30 equal to P/sin 315 ഡിഗ്രി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, 6/sin50 ആകുമ്പോൾ വാല്യൂ കിട്ടും, അതിന് എന്ത് ചെയ്യാം ക്യൂവും പിയും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ A ഈക്വൽ ടു B ഈക്വൽ ടു C ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, A ഈക്വൽ ടു B എന്ന് നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ A ഈക്വൽ ടു C എന്ന് നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം 6/sin15 ഈക്വൽ ടു എന്ത് ചെയ്യാം, നമുക്ക് Q/sin30 എടുക്കുക. ആദ്യം ഫസ്റ്റ് Q കണ്ടുപിടിക്കാം, അതാണ് ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. സോ ഇതിന് Q എങ്ങനെ കണ്ടുപിടിക്കുക, Q ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇത് ഇങ്ങോട്ട് പോവും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, sin30 × 6 ഡിവൈഡ് ബൈ എന്ത് വരും, sin50 അവിടെ ഉണ്ട്, sin50. കാൽക്കുലേറ്റർ ചെയ്യുക, ഈ വാല്യൂ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 11 11.59 kV കിലോ ന്യൂട്ടൺ. ഓക്കെ, അതായത് ജിബിലെ ക്യൂ ഏതായിരുന്നു, ജിബായിരുന്നു അല്ലേ, ക്യൂ ഏതായിരുന്നു നമ്മുടെ ജിബായിരുന്നു. സോ ജിബിലെ വാല്യൂ ക്യൂ ജിബല്ലേ, അല്ല ക്യൂ ഏതത് ടൈയിലായിരുന്നു. അപ്പോൾ ടൈയിലെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 11 കിട്ടി. നമുക്ക് ടൈയിലെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, ടൈയിലെ വാല്യൂ നമുക്ക് 11 കിട്ടി. ടൈയില്ല നമ്മുടെ, അതെ ടൈയിലെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 11 ന്യൂട്ടൺ കിട്ടി, 11.5 ന്യൂട്ടൺ. ഇനി എന്താ ജിബില കണ്ടുപിടിക്കണം. ജപ്പം എന്ത് ചെയ്യുക, വീണ്ടും ഇക്വേഷൻ എടുക്കുക. ഏത് ഇക്വേഷൻ, ഞാൻ ഇതും കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ക്യൂ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അടുത്തത് ഇതും കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് പി കിട്ടും. സോ എന്ത് വീണ്ടും ഇക്വേഷൻ എടുക്കുക, 6/sin15 ഈക്വൽ ടു എങ്ങനെ എഴുതാം, P/sin 315. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, പി കണ്ടുപിടിക്കാം. P ഈക്വൽ ടു ഇത് മുകളിലേക്ക് പോകും അല്ലേ, താഴത്ത് കിടക്കുന്ന സൈൻ എന്ത് ചെയ്യും, സമത്തിൽ പോകുമ്പോൾ മുകളിലേക്ക് പോകും. സോ എന്ത് ചെയ്താം, 6 × sin 315 ഡിവൈഡ് ബൈ ആര് കിടക്കലുണ്ട്, അടിയിലുണ്ട് sin15 കിടക്കലുണ്ട്, sin15 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വാല്യൂ, നമുക്ക് കിട്ടുന്ന വാല്യൂ അറൗണ്ട് മൈനസ് വരും, -16.39 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് വന്നാൽ അതിൻ്റെ അർത്ഥം അതിൽ ടെൻഷനാണ്. ഓക്കെ, അപ്പോൾ ടൈൽ എന്ത് വരാം, ടെൻഷൻ.
പോസിറ്റീവ് ആണെങ്കിൽ എന്ത് വരും? കംപ്രഷൻ. അതായത് ജിബിൽ കംപ്രഷനും വരും, ടൈയിൽ എന്ത് വരും? അതായത് ടൈ റോഡിൽ എന്ത് വരും? ടെൻഷനും വരും. നെഗറ്റീവ് വന്നാൽ സൈഡിൽ എഴുതിക്കോ, അത് ടെൻഷൻ ഇൻ ടൈ റോഡ്. ഓക്കെ, നെഗറ്റീവ് വന്ന കാരണം കേട്ടോ. പോസിറ്റീവായി എന്താ അതിൻ്റെ അർത്ഥം? അത് കംപ്രഷനാണ്. സോ കംപ്രഷൻ ജിബ്. സോ കംപ്രഷൻ ഇൻ ജിബ് എഴുതിയേക്ക്. സോ ഇതാണ് നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ടൈയിലുണ്ടാകുന്നതും ജിബിലുണ്ടാകുന്നതും ഫോഴ്സ് എത്രയാണ് കണ്ടുപിടിക്കാൻ ചോദ്യം. സോ അത് കണ്ടുപിടിച്ചു. ഓക്കെ, സോ എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇനി ജസ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളാണ്. ഒരു ലൈറ്റ് ഫിക്ചർ, ലൈറ്റിനെ തൂക്കിയിട്ടേക്കാണ്. ലൈറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 150 ന്യൂട്ടനാണ് വിചാരിക്കുക. ഓക്കെ, 2 ടൈ വെച്ചിട്ട് കെട്ടിയേക്കാണ്. ഒന്ന് പോയിൻറ്റ് സി, പോയിൻറ്റ് എ, പോയിൻറ്റ് എ ബി. അങ്ങനെയെങ്കിൽ ബി സി എന്ന് പറഞ്ഞ ടയറോടും, അതായത് ഈ ടയറോടും എ സി എന്ന ടയറോടും എന്തുണ്ടാവാം? ടെൻഷൻ ഉണ്ടാവാം. അല്ല, ടെൻഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടെൻഷൻ ഉണ്ടാവാം. ഓക്കെ, ആ ടെൻഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്. നമുക്കിവിടെ എന്താ വന്നിട്ടുണ്ട്? നമുക്ക് ഇവിടെ വന്നത് 45 ഡിഗ്രി ആംഗിൾ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ വന്നിട്ടുണ്ട്? നമുക്ക് 60 ഡിഗ്രി ആംഗിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതുപോലെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതുപോലെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ 3 ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്നാൽ കണ്ടുപിടിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലാംബിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ നോക്കിയാൽ ഇതൊരു ട്രയാംഗിൾ അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? അതായത് 180 ടോട്ടൽ വരേണ്ടത്. നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 45 + 60 എത്രയായി? 105 ആയി. സോ 180 ആവാൻ എന്ത് ചെയ്യണം? 180 മൈനസ് 105 എത്ര കിട്ടും? 75 കിട്ടും. അതായത് ഇതൊരു ട്രയാംഗിളായിട്ട് എടുക്കുക. 45ഉം 60ആയി, 105ആയി. 105 ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ എല്ലാ ആംഗിളും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. സോ 180 നമുക്ക് കിട്ടണം. അതിൽ എത്രക്ക് ആയിട്ടുണ്ട്? 45 ആയിട്ടുണ്ട് പ്ലസ് 60 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ 75 കിട്ടും. സോ ഈ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? ഈ വാല്യൂ 75 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി ഞാനിവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ച ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 90 അല്ല, ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിളും 90. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? ഈ ആംഗിൾ 45 അല്ലേ? ഇതേ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇത് 45 ആണെങ്കിൽ ഇതെന്താവും? 45 ആകും. 2 ലൈനിൽ ഒരു പാരലൈൻ കട്ട് ചെയ്യണമെങ്കിൽ ഈ ലൈൻ 45 ആണെങ്കിൽ എന്താവും? ഈ ലൈൻ എന്താവും? 45 ആവും. സെയിം റൂള്. ഇപ്പോൾ ഇവിടെ 60 ആണ്. ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരും? 60 തന്നെ വരും അല്ലേ? സോ ഈ ആംഗിൾ, മൊത്തം ആംഗിൾ, അതായത് 150ഉം ബിയും തമ്മിലുള്ള ആംഗിൾ എത്ര വരും? 90 + 45 എത്ര വരും? 135. ഓക്കെ, അതുപോലെ ഈ ആംഗിൾ, അതായത് ഈ റോഡും ഇത് 150 തമ്മിലുള്ള ആംഗിൾ, അത് ബിയും ഇത് തമ്മിലുള്ള ആംഗിൾ, മൊത്തം ആംഗിൾ എത്ര വരും? 90 + 60 എത്ര വരും? 150. അപ്പോൾ അത്രയും കാര്യം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതേ 150 ഇവിടെ കിട്ടി. ഇത് എയിലേക്കുള്ള പോയിൻ്റ്, ഇത് ബിയിലേക്കുള്ള പോയിൻ്റ്. ഈ ആംഗിൾ 75 എന്ന് കിട്ടി. ഈ ആംഗിൾ 135 എന്ന് കിട്ടി. ഈ ആംഗിൾ എത്ര കിട്ടി? ഈ ആംഗിൾ 150 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ടൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലാംബിസ് തിയറം അപ്ലൈ ചെയ്യാം. ലാംബിസ് തിയറം എന്തായിരുന്നു? ഫോഴ്സ് ഞാൻ ഇത് ഫസ്റ്റ് എടുത്തു, 150 ന്യൂട്ടൺ എടുത്തു. ഇത് ന്യൂട്ടൺ എടുത്തു. ഡിവൈഡ് ബൈ, ഞാൻ ഈ ഫോഴ്സ് എടുത്തു. ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉള്ള? ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉള്ള? ബി എന്ന് പറഞ്ഞ ഫോഴ്സും ടി എന്ന് പറഞ്ഞ ഫോഴ്സും. അതായത് ടെൻഷൻ അല്ലേ? അപ്പോൾ ടെൻഷൻ അറ്റ് പോയിൻ്റ് ബി അല്ലെങ്കിൽ ടെൻഷൻ അറ്റ് പോയിൻ്റ് എ അങ്ങനെ കൊടുക്കാം കേട്ടോ. ടി ബിയും ടി എയും. കാരണം ടി ബി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് എയിലെ ടെൻഷനും, ടി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് എയിലെ ടെൻഷനും, ടി ബി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ബിയിലെ ടെൻഷനും.
ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, 150 എടുത്തു. ബാക്കി അതൊക്കെ ഫോഴ്സ് ഉള്ളത് ടി ബിയും ടി എ ഉള്ളത്. എൻ്റെ ആംഗിൾ എത്രയാണ്? 75. സോ അങ്ങനെ എഴുതാം, ഡിവൈഡ് ബൈ സൈൻ 75 ഈക്വൽ ടു അടുത്ത ഫോഴ്സ് ഏതെടുത്ത ഞാൻ? അടുത്ത ഫോഴ്സ് ഞാൻ ടി ബി എടുത്തു. ബാക്കി അതൊക്കെ ഫോഴ്സ് പെൻഡിങ് ഉള്ളത്. ബാക്കി ഫോഴ്സ് എയും ആണ്, പിന്നെ ഈ 150 ഉണ്ട്. അല്ല, അതിൻ്റെ ആംഗിൾ എത്രയാണ്? 150. അതായത് ടി ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എത്രയാണ്? 150. സോ അങ്ങനെ എഴുതാം, ടി ബി ബൈ ഓപ്പോസിറ്റ് ഫോഴ്സിൻ്റെ ആംഗിൾ. ടി ബി ഞാൻ എടുത്തു. ബാക്കി അതൊക്കെ ഫോഴ്സ് ടി ബി എടുത്തു. ബാക്കി അതൊക്കെ ഫോഴ്സ് ഉള്ളത്. ബാക്കിയുള്ള ഫോഴ്സ് ടി എയും അതുപോലെ തന്നെ 150 ആണുള്ളത്. സോ അതെന്ത് ചെയ്യുക, അത് നമ്മളെ ആംഗിൾ എത്രയാണ്? 150. ആ ആംഗിൾ എടുത്തു. സൈൻ 150 ഈക്വൽ ടു അടുത്ത ഫോഴ്സ് ഏതാ? അടുത്ത ഫോഴ്സ് ടി എ ആണ്. സോ ടി എ ഡിവൈഡ് ബൈ ആംഗിൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ടി എ എടുത്തു. ഓക്കെ, ടി എ എടുത്താൽ ബാക്കി അതൊക്കെ ഫോഴ്സ് ഉള്ളത് ടി ബിയും 150 അല്ലേ? ബാക്കി രണ്ട് ഫോഴ്സ് ടി എ 150. അതിൻ്റെ ആംഗിൾ എത്രയാണ്? 135 അല്ലേ? സോ അതെന്ത് ചെയ്യുക? സൈൻ 135. ടി എ ബൈ സൈൻ 135. സോ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ആദ്യം ഇത് രണ്ടും കമ്പയർ ചെയ്യുക, പിന്നെ ഇത് രണ്ടും കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി എ ബിയും ടി എയും കിട്ടും. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് 150 ബൈ സൈൻ 75 ഈക്വൽ ടു എന്ത് വരും? ടി ബി ബൈ സൈൻ 150 അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ടി ബി ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യാം? സൈൻ ഇങ്ങോട്ട് പോവും. അപ്പോൾ എന്ത് കിട്ടും? ടി ബി ഈക്വൽ ടു ഇതിങ്ങോട്ട് പോയില്ലോ. സോ 150 ഇൻറ്റു സൈൻ 150 ഡിവൈഡ് ബൈ സൈൻ 75. അതാണ് നമ്മുടെ എന്ത് വരിക? ടി ബി. സോ അതിൻ്റെ വാല്യൂ വരാൻ അറൗണ്ട് 77 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 77.65 ന്യൂട്ടനാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓർക്കണം, 150 എടുക്കുക ഇൻറ്റു സൈൻ 150 എടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഹരണം എന്ന ലൈൻ എടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സൈൻ 75 അടിക്കുക. അങ്ങനെ അടിച്ചാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ കാൽക്കുലേറ്ററിൽ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ടി വി കിട്ടി. അപ്പോൾ ഇനി എന്താ? സോ നമുക്ക് എന്ത് ചെയ്യും? ഫസ്റ്റത്തെ കിട്ടി. ഞാൻ എന്താ ഇതാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക? ഇതും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. സോ അങ്ങനെ ഏതാ? 150 ബൈ എന്തായിരുന്നു? സൈൻ 75 ഈക്വൽ ടു എങ്ങനെ എഴുതാം? ടി എ ബൈ എങ്ങനെ എഴുതാം? സൈൻ 135. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി എ ആണ്. സോ ടി എ എടുക്കുക. ടിയുടെ ഒപ്പം കിടക്കുന്ന ആരാ? സൈൻ 135 ആണ്. അത് സമത്തിന് ഇപ്പുറം പോകുമ്പോൾ എന്തോ മോളിലേക്ക് പോകും. സോ അങ്ങനെ എഴുതാം? 150 ഇൻറ്റു സൈൻ 135 ഡിവൈഡ് ബൈ എന്ത് വരും? സൈൻ 75 ഓൾറെഡി കിടക്കുന്നുണ്ട്. സോ സൈൻ 75 പ്യുവർ മാത്സ് ആണ്. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 109.81 ന്യൂട്ടനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ, ഫിക്സറാണ്, അതിൻ്റെ വാല്യൂ 150 ആണ്. ടി ഇവിടെ അല്ല, ടി എയിൽ വരുന്ന വാല്യൂ എത്രയാണ്? 109 ആണ്, 81. ടി ബി ഇവിടെ അല്ല പറഞ്ഞാൽ, ടി വിയിൽ വരുന്ന വാല്യൂ എത്രയാണ്? നമുക്ക് കിട്ടിയത് 77 പോയിൻറ്റ്. സോ 77.65 ആണ്. ഇത്രയും ഫോഴ്സ് വന്നാൽ മാത്രമാണ് എന്താവുള്ളൂ? അവിടെ ആ ലൈറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവും. അതായത് ആടാണ്ട് കറക്റ്റ് പൊസിഷനിൽ നിൽക്കുള്ളൂ. അതായത് ടി ബിയിൽ ഇത്രയും വാല്യൂ വരണം, ടി എയിൽ ഇത്രയും വാല്യൂ വരണം. ഇപ്പോൾ ടെൻഷൻ കൂടുതലാണ് പറഞ്ഞാൽ പോയിൻ്റ് എയിലാണ് ടെൻഷൻ കൂടുതൽ വരുന്നത്. ഇവിടെ നമ്മൾ 150 ലൈറ്റിൻ്റെ വെയിറ്റ്. ഓക്കെ, താങ്ക് യു.